കേരളം സ്റ്റാർട്ടപ്പ് ജിനോമിന്റെ ക്ലയന്റ് തന്നെയാണെന്നതിന്റെ രേഖകൾ പുറത്ത്. കരാറിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് കിട്ടി. സ്റ്റാർട്ടപ്പ് ജിനോമിന്റെ അംഗത്വമുള്ളതായി മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ സമ്മതിച്ചു. 2021 മുതൽ പണം നൽകിയതായും നിയമസഭാ മറുപടിയിലുണ്ട്. കെ ആർ സാജു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സാജു, എന്തൊക്കെയാണ് ഇതിൽ പുറത്തുവരുന്ന വിശദാംശം? ഇന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് നേരത്തെ സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കിയ ഗവേഷക സ്ഥാപനത്തിന് കേരളത്തിന്റെ ക്ലയന്റാണ് എന്ന കാര്യം, ആ സ്ഥാപനത്തിന്റെ ക്ലയന്റാണ് കേരളം എന്ന കാര്യം ആരോപണം ഉന്നയിക്കുകയും തുടർന്ന് പണം നൽകി തയ്യാറാക്കിയതാണ് ഈ റിപ്പോർട്ട് എന്ന ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ജീനോം സ്റ്റാർട്ടപ്പ് കേരളം ജീനോം സ്റ്റാർട്ടപ്പിന്റെ ക്ലയന്റാണ് എന്ന് സംബന്ധിച്ച് തെളിവുകളാകുന്ന രേഖകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി നിയമസഭയിൽ 2 ചോദ്യങ്ങൾക്ക് മറുപടിയായി ജീനോമിൽ കേരളത്തിന് അംഗത്വമുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ മാസം 3-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യം, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ 2020 മുതൽ ഓരോ സാമ്പത്തിക വർഷവും സ്റ്റാർട്ടപ്പ് ജീനോമിന് നൽകിയ തുക എത്രയാണെന്ന് വിശദാംശങ്ങൾ സഹിതം ലഭ്യമാക്കാവോ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമായി 2023 $13,500 USDയും 2022 $4,500 USDയും 2023 $15,000 USDയും 2024 $15,000 USDയും നൽകിയിട്ടുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ നൽകുന്നുണ്ട്. മറ്റൊരു ചോദ്യം എൽദോസ് കുന്നപ്പള്ളിയുടേതായിരുന്നു. ആ ചോദ്യത്തിനുള്ള മറുപടിയിലും ഇവരുമായി കരാറുകൾ ഉള്ളതായി സമ്മതിക്കുന്നുണ്ട്. സേവന കരാർ ഉണ്ട് എന്നാണ് സമ്മതിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ 2020 മുതൽ സ്റ്റാർട്ടപ്പ് ജീനോം എന്ന സ്ഥാപനവുമായി സേവന കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. ആ സേവന കരാറിന്റെ പകർപ്പ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാണ്. ഇനി പറയുന്ന സേവനങ്ങളാണ് ഈ കരാറിന്റെ ഭാഗമായി നൽകിയിട്ടുള്ളത് എന്ന് ഉണ്ട്. GSER ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് നിശ്ചിത കാലയളവിലേക്ക് അതിലേക്കുള്ള അംഗത്വമാണ് ഒരു പ്രധാനപ്പെട്ട ഈ സേവന കരാറിലുള്ളത്. മറ്റൊന്ന്, സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന്റെ ആഗോള മാധ്യമ ശ്രദ്ധ നേടിക്കൊടുക്കുക എന്ന കരാറുണ്ട്. സ്റ്റാർട്ടപ്പ് ജീനോം വെബ്സൈറ്റിൽ കേരളത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടാകും എന്നത് ഈ കരാറിന്റെ ഭാഗമാണ്. ആഗോള സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം പങ്കാളികളുമായി ബന്ധം മെച്ചപ്പെടുത്താനുള്ള അവസരം ഒരുക്കും ഈ സ്റ്റാർട്ടപ്പ് ജീനോം എന്ന് പറയുന്ന സ്ഥാപനം കേരളത്തിനായി ചെയ്തു കൊടുക്കും എന്നാണ് കരാർ. സർക്കാർ നയങ്ങളും ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും അംഗങ്ങൾക്കും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റവും അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും മറ്റും പരിചയപ്പെടുത്താനുള്ള അവസരവും നൽകും. ഈ നിലയിലുള്ള ഒരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സേവന കരാറാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ടപ്പ് ജീനോം എന്ന ഈ ആഗോള ഗവേഷണ സ്ഥാപനവുമായി ഒപ്പിട്ടിരുന്നത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ലഭ്യമായിരിക്കുന്ന ഇതിൽ 2023 ഒപ്പുവെച്ച ഏറ്റവും അവസാനം ഒപ്പുവെച്ച കരാറിന്റെ പകർപ്പിന്റെ പൂർണ്ണരൂപം കൂടി അടക്കമുള്ളവ, അതായത് ഈ സ്ഥാപനവുമായി ഒപ്പുവെച്ച എല്ലാ കരാറുകളുടെയും പകർപ്പ് ഈ ഘട്ടത്തിൽ ലഭ്യമാണ്. ഇത് പരിശോധിക്കുമ്പോഴാണ് ഈ ക്ലയന്റ് തന്നെയായിരുന്നു എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ശരിവെക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ സേവന കരാറിൽ ഉള്ളത്. അക്കാര്യം മുഖ്യമന്ത്രിയും നിയമസഭയിൽ സമ്മതിച്ചിട്ടുണ്ട്. ഇവർക്ക് പണം നൽകിയിട്ടുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യത്തിനുള്ള ഉത്തരവുമായി മറ്റു ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി ഇവരുമായി 2020 മുതൽ തന്നെ കേരളത്തിന്, അതായത് കേരള സ്റ്റാർട്ടപ്പ് മിഷന് ബന്ധമുണ്ട് എന്ന കാര്യവും സമ്മതിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ ഈ ആരോപണം, പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണത്തിന് കൂടുതൽ കരുത്തു പകരാൻ കഴിയുന്ന രീതിയിലുള്ള വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത് എന്ന് വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് അവകാശപ്പെടാൻ കഴിയും. കാരണം ഈ പണം കൊടുത്തു, ഇത്ര $48,000 $2021 മുതൽ 24 വരെയുള്ള കാലത്ത് കൊടുത്തു, ഈ സ്ഥാപനത്തിന് കൊടുത്തിട്ടുണ്ടോ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഒരു ആരോപണം. ആ ആരോപണത്തെ മുഖ്യമന്ത്രി തന്നെ ആ പണം കൊടുത്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. അത് ചില കരാറുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ കരാർ കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മിഷനെ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കാൻ, അതിന് ഒരു ആഗോളതലത്തിൽ തന്നെ വിസിബിലിറ്റി നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അടക്കം ആസൂത്രണം ചെയ്യുന്നതിനുള്ള ഒരു കരാർ എന്ന നിലയ്ക്കാണ് ഈ സേവന കരാർ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിൽ നിശ്ചിത കാലയളവിലേക്കുള്ള അംഗത്വം എന്നുള്ളതാണ്. അതായത് ഈ ഏജൻസി സ്റ്റാർട്ടപ്പ് ജീനോം എന്ന് പറയുന്ന ഗവേഷക സ്ഥാപനമാണ് GSER റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ആ റിപ്പോർട്ടിൽ കേരളത്തിന് നിശ്ചിത
നിശ്ചിത കാലയളവിലേക്കുള്ള അംഗത്വം എന്നുള്ളതാണ്. മറ്റൊന്ന്, സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന് ആഗോള മാധ്യമ ശ്രദ്ധ നേടിക്കൊടുക്കുക എന്ന ഉത്തരവാദിത്വവും ഈ കമ്പനി ഏറ്റെടുത്തിട്ടുണ്ട്. അതും ഈ കരാറിന്റെ ഭാഗമാണ്. സ്റ്റാർട്ടപ്പ് ജീനോം വെബ്സൈറ്റിൽ പരാമർശമുണ്ടാകും എന്നത് ഒരു ഉറപ്പാണ്. ഈ കരാറിന്റെ ഭാഗമായിട്ടുള്ള ഉറപ്പാണ്. ആ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് 2021 കരാർ ഒപ്പിട്ടതിന് ശേഷമുള്ള കാലയളവിൽ എന്നത് വളരെ വ്യക്തമാണ്. ഒപ്പം ആഗോള സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന്റെ പങ്കാളികളുമായി ബന്ധം മെച്ചപ്പെടുത്താനുള്ള അവസരം സ്വാഭാവികമായും അത് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ്, അതായത് കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിലുള്ള സംവിധാനങ്ങൾക്ക് ഇവരുടെ ആഗോള സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം പങ്കാളികളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നത് കൂടുതൽ വളർച്ചയ്ക്കും മറ്റും ഉപകാരപ്പെടും എന്നുള്ളതാണ് വസ്തുത. മറ്റൊന്ന്, സർക്കാർ നയങ്ങളും ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും അംഗങ്ങൾക്കും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും പരിചയപ്പെടുത്താനുള്ള അവസരവും ഇവർ ഒരുക്കും. ഈ തലത്തിലുള്ള 5 കാര്യങ്ങളിൽ ഊന്നി നിന്നുള്ള സേവന കരാറിലാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഈ സ്റ്റാർട്ടപ്പ് ജീനോമുമായി കരാർ ഒപ്പിട്ടിരുന്നത് എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത്. ഇത് MOU അല്ല, ഇതൊരു സേവന കരാർ എന്ന നിലയ്ക്കാണ് ഇത് ഒപ്പിട്ടിരിക്കുന്നത്. ഈ കരാറിന്റെ ഭാഗമായി പണം നൽകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളും കരാറിൽ പറയുന്നുണ്ട്. 2023 $15,000 അടുത്ത വർഷം 2024 ആകുമ്പോൾ $15,000 ഇതിന്റെ ഫീസ് എന്ന നിലയ്ക്ക് നൽകുന്ന കാര്യം അടക്കം പറയുന്ന കരാർ തന്നെയായിരുന്നു ഒപ്പിട്ടിരുന്നത്. നിഷാദ്.